ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ ഉപയോഗിച്ച് വരുന്ന കട്ടിംഗ് ടൂൾസ്, മുറിക്കുവാൻ ഉപയോഗിക്കുന്ന ചില ടൂൾസുകളെ കുറിച്ചാണ്. നമ്മൾ ഏതൊക്കെയും നോക്കാം. നമ്മൾ പരിചയമുള്ള ടൂൾസുകൾ തന്നെയാണ് ഹാക്സോ, ഡ്രില്ല്, കോൾഡ് ചിസല്, ഫയല്, ടാപ്പ്, ഡൈ, സ്നിപ്പ്, ഡയഗണൽ കട്ടിംഗ് പ്ലെയേഴ്സ്. ഇതൊക്കെയാണ് നമ്മൾ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ പ്രധാനമായിട്ടും കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസ്. ഇനി ഒരുപാട് ടൂൾസ്, മെഷീൻ ടൂൾസ് ഒരുപാട് വേറെ ഉണ്ട്. ഇത് നമ്മൾ ഹാൻഡ് ടൂൾസ് ആണ് പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് വരുന്നത് ഹാക്സോ ആണ് അല്ലേ. ഹാക്സോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ടൂളാണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? മെറ്റൽ കട്ട് ചെയ്യുന്നതിനാണ്. ഹാക്സോയിൽ ഒരു ഫ്രെയിം ഉണ്ടായിരിക്കും. ആ ഫ്രെയിമിൽ ഹാക്സോ ബ്ലേഡ് ലോക്ക് ചെയ്യാനുള്ള പിന്നുണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹാൻഡിൽ എന്നുള്ളതിൽ. ഈ ഹാക്സോ ബ്ലേഡിൽ എന്തുണ്ടായിരിക്കും? ടീത്ത്, ഷാർപ്പായിട്ടുള്ള ടീത്ത് ഉണ്ടായിരിക്കും. ഈ ടീത്താണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മെറ്റലിനെ കട്ട് ചെയ്യാൻ സഹായിക്കുന്നത്. ഹാക്സോ ബ്ലേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അടുത്തത് പറഞ്ഞിട്ടുള്ളത് ഡ്രില്ലാണ്. ഡ്രില്ല് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? മെറ്റീരിയൽസിൽ ഹോൾസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തിന്? ഡ്രില്ല് യൂസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, വ്യത്യസ്ത ഇനം ഡ്രിൽ ബിറ്റ്സ് അവൈലബിൾ ആണ്. ആ ഡ്രിൽ ബിറ്റിൻ്റെ സൈസിനനുസരിച്ച് എന്തുണ്ടായിരിക്കും? നമുക്ക് വ്യത്യസ്ത ഇനം ഹോൾസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. നമ്മളെല്ലാവരും കണ്ടുപരിചയമുള്ള ഒരു കാര്യം തന്നെയാണ്. അടുത്തതാണ് കോൾഡ് ചിസൽ എന്ന് പറയുന്നത്. കോൾഡ് ചിസൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കട്ട് ഓർ റിമൂവ് ഫാസ്റ്റനേഴ്സ് ആൻഡ് മെറ്റൽസ്. മെറ്റൽ കട്ട് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് കോൾഡ് ചിസൽ യൂസ് ചെയ്യുന്നത്. കോൾഡ് ചിസൽ എന്ന് പേര് വരാൻ കാരണം അത് ചൂടാക്കാത്ത പദാർത്ഥങ്ങൾ കട്ട് ചെയ്യുന്നതിനാണ് കോൾഡ് ചിസൽ യൂസ് ചെയ്യുക. നമുക്ക് ഹാക്സോ വെച്ചൊന്നും കട്ട് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് കോൾഡ് ചിസൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഈ കോൾഡ് ചിസലിൻ്റെ പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കട്ട് ചെയ്തതിന് ഇതിൽ ഫിനിഷിങ് കുറവായിരിക്കും. കോൾഡ് ചിസൽ പോലെ തന്നെ മറ്റൊരു ചിസലാണ് ഹോട്ട് ചിസൽ എന്നുള്ളത്. ഹോട്ട് ചിസൽ ഉപയോഗിക്കുന്നത് ചൂടാക്കിയിട്ടുള്ള പദാർത്ഥങ്ങൾ, അതായത് ഫർണസിൽ ചൂടാക്കിയിട്ടുള്ള മെറ്റൽസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹോട്ട് ചിസൽ യൂസ് ചെയ്യുന്നത്. കോൾഡ് ചിസൽ എന്ന് പറയുന്നത് എന്തിനാണ്? കട്ട് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ഒരു കട്ടിംഗ് ടൂളാണ്. അടുത്തത് കൊടുത്തിട്ടുള്ളത് ടാപ്പാണ്. ടാപ്പ് എന്താ നമുക്ക് വായിച്ചു നോക്കാം. കട്ട് ഇൻറ്റേർണൽ ത്രെഡ്സ് ഇൻ എ പ്രീ ഡ്രിൽഡ് ഹോൾസ്. നമ്മൾ ഡ്രില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഹോളിൻ്റെ ഉള്ളിൽ ഇൻറ്റേർണൽ ത്രെഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഉപകരണമാണ് ടാപ്പ് എന്ന് പറയുന്നത്. ടാപ്പ് വ്യത്യസ്ത ഇനം അളവുകളിൽ ലഭ്യമാണ്. ഇപ്പോൾ ടാപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഡ്രില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ഹോളിൽ എന്ത് കൊടുക്കണം? ഇൻറ്റേർണൽ ത്രെഡുകൾ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് ടാപ്പ്. നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു മനസ്സിലാവാനുള്ള എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കുപ്പിയുടെ അടപ്പിൻ്റെ ഒക്കെ ഉള്ളിൽ ഇൻറ്റേർണൽ ത്രെഡ് ഉണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ പെന്നിൻ്റെ ഒക്കെ അടപ്പിൻ്റെ മേലുള്ള ആ ഒരു ടോപ്പിൻ്റെ മേലെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റേർണൽ ത്രെഡുകൾ നമുക്ക് കാണാൻ പറ്റും. ആ ഇൻറ്റേർണൽ ത്രെഡ്, അതായത് ഡ്രില്ല് ചെയ്ത ഹോളിൽ ഇൻറ്റേർണൽ ത്രെഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടാപ്പ് എന്നുള്ള ഉപകരണം യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചിത്രം കൊടുത്തുള്ള ഡൈ ആണ്. ഡൈ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ത്രെഡ്, അതായത് പുറത്ത് ത്രെഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, എക്സ്റ്റേണൽ ത്രെഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡൈ എന്നുള്ള ഉപകരണം ഉപയോഗിക്കുന്നത്. അടുത്തത് ഫയലാണ്. ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ സ്മൂത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഫയൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കട്ടിംഗ് ടൂളാണ്. വ്യത്യസ്തതരം ഫയലുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലാറ്റ് ഫയൽ, റൗണ്ട് ഫയൽ, ഹാഫ് റൗണ്ട് ഫയൽ, അങ്ങനെ ഒരുപാട് തരം ഫയൽ നമ്മൾ വർക്ക്ഷോപ്പിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഒരു ഫയലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് അതിൻ്റെ ഹാൻഡിലും അതിൻ്റെ വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഒരുപാട് കട്ടിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഫയലിൽ ഡബിൾ കട്ട് ഫയലുണ്ടായിരിക്കും, സിംഗിൾ കട്ട് ഫയലുണ്ടായിരിക്കും. അതിൻ്റെ ആവശ്യാനുസരണം മെറ്റീരിയൽ ഏതാണോ അതിനനുസരിച്ചാണ് നമ്മൾ ഫയലിനെ സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് നമ്മൾ ഫയൽ ചെയ്യും. അടുത്തൊരു ടൂളാണ് സ്നിപ്സ് എന്ന് പറയുന്നത്. സ്നിപ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കട്ട് ഷീറ്റ് മെറ്റൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് കനം കുറഞ്ഞ ലോഹ ഷീറ്റുകൾ മുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്നിപ്സ് എന്ന ടൂൾ യൂസ് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് കനം കുറഞ്ഞിട്ടുള്ള ലോഹ ഷീറ്റുകൾ മുറിക്കുന്നതിന് ഉപയോഗിക്കുന്ന ടൂളാണ് ഇത് സ്നിപ്സ് എന്ന് പറയുന്നത്. അടുത്ത ടൂളാണ് ഡയഗണൽ കട്ടിംഗ് പ്ലെയേഴ്സ്. യൂസ് ചെയ്യുന്നത് കട്ട് വയർ ആൻഡ് അതർ മെറ്റീരിയൽ. നമ്മുടെ വയറും അതുപോലെ മെറ്റീരിയൽസൊക്കെ കട്ട് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഡയഗണൽ കട്ടിംഗ് പ്ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. നമ്മൾ കട്ടിംഗ് ടൂൾസിനെ കുറിച്ചാണ് പറഞ്ഞത്. കട്ടിംഗ് ടൂൾസാണ് ഹാക്സോ, ഡ്രില്ല്, കോൾഡ് ചിസൽ,
ടാപ്പ്, ഡൈ, ഫയൽ, സ്നിപ്സ്, ഡയഗണൽ, കട്ടിംഗ് ടൂൾസ്. ഇതൊക്കെയാണ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന കട്ടിംഗ് ടൂളുകൾ എന്ന് പറയുന്നത്.